ലോകത്ത് സക്സസ്ഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ കരിയറിൽ എക്സൽ ചെയ്ത് നിൽക്കുന്ന മിക്ക ആളുകൾ എടുത്തു നോക്കിയാലും അവരിലൊക്കെ കോമൺ ആയിട്ട് കാണുന്ന ഒരു പവർഫുൾ ട്രൂത്ത് ഉണ്ട്. എന്താണെന്നറിയും, ഇവരൊക്കെ ഇവരുടെ ചെറുപ്പത്തിൽ തന്നെ ഇതൊക്കെ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇലോൺ മസ്കിൻ്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ 12ാമത്തെ വയസ്സിൽ മറ്റു കുട്ടികളൊക്കെ ഹോംവർക്ക്സും മറ്റ് ഗെയിംസും മറ്റൊക്കെ കളിച്ച് നടക്കുന്ന സമയത്ത് അദ്ദേഹം കമ്പ്യൂട്ടർ പ്രോഗ്രാമിൽ നിരന്തരമായിട്ടുള്ള എക്സ്പെരിമെൻറ്റിലായിരുന്നു. അപ്പോൾ ആ ചെറിയ പ്രായത്തിൽ തന്നെയുള്ള ഒരു സ്പാർക്കാണ് അദ്ദേഹത്തെ എന്ത് ചെയ്യുന്നത് പിന്നീട് ടെസ്ലയിലേക്കും സ്പേസ് എക്സിലേക്കൊക്കെ എത്തിക്കുന്നത്. ഇപ്പോൾ നമ്മൾ സക്കർബർഗിൻ്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ മിഡിൽ സ്കൂൾസ് അദ്ദേഹം നമ്മൾ സാധാരണ മാത്സും സയൻസിൻ്റെ ഒക്കെ ബേസിക് പഠിക്കുന്ന സമയത്ത് അദ്ദേഹം കമ്പ്യൂട്ടർ പ്രോഗ്രാമിൽ നിരന്തരമായിട്ടുള്ള എക്സ്പെരിമെൻറ്റിലായിരുന്നു. ആ ഒരു സ്പാർക്കാണ് അദ്ദേഹത്തെ പിന്നീട് ഒരു ക്ലോസ്ഡ് കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ഒരു മെസ്സേജിങ് പ്ലാറ്റ്ഫോം ഒരുക്കുന്നത്, പിന്നീട് ഫേസ്ബുക്കിലേക്ക് വഴിമാറുന്നത്. ഇപ്പോൾ ബിൽ ഗേറ്റ്സിൻ്റെ കേസും അതുപോലെ തന്നെയാണ്. നമ്മൾ ആ ഒരു സ്കൂൾ ലാബിൽ വെച്ചിട്ടാണ് നിരന്തരമായ ഹവേഴ്സ് ഓഫ് എക്സ്പെരിമെൻറ്റിലൂടെയാണ് അദ്ദേഹം പിന്നീട് എന്ത് ചെയ്യുന്നത്, ഒരു പ്രോഗ്രാമിംഗ് ഡിസ്കവർ ചെയ്യുന്നതും പിന്നീട് അതാണ് മൈക്രോസോഫ്റ്റിൻ്റെ കോ ഫൗണ്ടർ ആവുന്നതൊക്കെ. ഇപ്പോൾ ഗ്ലോബൽ ഐക്കൺസിന് എടുക്കണമെന്നില്ല, ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻസിനെ തന്നെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സ്വന്തം പീച്ചെ തമിഴ്നാട്ടിലൊരു ഏറ്റവും അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു വില്ലേജിൽ നിന്നും അപ്പോൾ ഈവൻ ഒരു അഡ്വാൻസ്ഡ് ഗാഡ്ജറ്റ്സിനോ മറ്റൊന്നും ഒരു ആക്സസ് ഇല്ലാത്തൊരു സ്ഥലത്ത് നിന്ന് ഒരു സിമ്പിൾ റോട്ടറി ടെലിഫോണിൻ്റെ ഇതിൽ നിന്നും ഇഗ്നിറ്റ് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് അദ്ദേഹത്തെ പിന്നീട് ടെക്നോളജിയുടെ വലിയ കരിയറിലേക്ക് ഇപ്പോൾ ഗൂഗിളിൻ്റെ തലപ്പത്തൊക്കെ അദ്ദേഹം എത്തിച്ചു. ഇപ്പോൾ സത്യനാഥിലെ കേസാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം ചെറുപ്പം മുതൽ തന്നെ കമ്പ്യൂട്ടറും അതുപോലെ തന്നെ ഇലക്ട്രോണിക്സിൻ്റെ ഒക്കെ നിരന്തരമായിട്ടുള്ള ഒരു ഫാസിനേഷനോട് കൂടി നിരന്തരം അതിൽ വർക്കൗട്ട് ചെയ്തിട്ടാണ് പിന്നീട് എന്തിന് ഈവൻ മൈക്രോസോഫ്റ്റിന് പോലും ഒരു ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിലേക്ക് അദ്ദേഹം എത്തിക്കുന്നത്. ഇവരൊക്കെ അവരുടെ 20കളിലും 30കളിലും പെട്ടെന്ന് സക്സസ് ആയിട്ടുള്ള ആളുകളല്ല. ഇവരിലൊക്കെ നമ്മൾ കാണുന്നത് എന്താ വെച്ചാൽ ചെറുപ്പത്തിലേക്ക് കിട്ടിയിട്ടുള്ള ദാറ്റ് ടൈനി സ്പാർക്ക് ഓഫ് ക്രിയേറ്റിവിറ്റി, അതാണ് അവരൊക്കെ ഈ ബിഗ് ഇന്നോവേഷൻസിനും വലിയ വലിയ മാറ്റങ്ങൾ ലോകത്ത് സൃഷ്ടിക്കാനും കാരണമായത്. അപ്പോൾ നിർബന്ധമായിട്ട് നമ്മുടെ കുട്ടികളെ ഇക്കാലത്ത് പ്രത്യേകിച്ചും ഈ ടെക്നോളജി ഡ്രിവൺ ആയിട്ടുള്ള വേൾഡിൽ നിരന്തരമായി ഡ്രാസ്റ്റിക് ചേഞ്ചസാണ് വരുന്നത്. അപ്പോൾ നമ്മളെ കുട്ടികൾ ഔട്ട്ഡേറ്റ് ആവാതിരിക്കാൻ വേണ്ടി നിർബന്ധമായിട്ട് നമ്മൾ ഇത്തരത്തിലുള്ള ടെക്നിക്കൽ നോഹോസ് അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കേണ്ടതുണ്ട്. അവരിപ്പോൾ ഇന്ന് നിർമ്മിക്കുന്ന ചിലപ്പോൾ ഒരു ടോയ് റോബോട്ട് ആയിരിക്കാം, അല്ലെങ്കിൽ അവർ ഫിക്സ് ചെയ്യുന്ന ഒരു ചെറിയ സർക്യൂട്ട്, അതല്ലാന്നെങ്കിൽ ലൈൻ ഓഫ് കോഡിങ്, ഇതായിരിക്കും ഒരു പക്ഷേ നാളത്തെ വലിയൊരു മാറ്റങ്ങൾക്ക് കാരണമാകുന്നത്, വലിയൊരു ഇന്നോവേഷൻസ് ഈ സമൂഹത്തിൽ കൊണ്ടുവരുന്നത്.